തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട് അനാഥരായി കഴിഞ്ഞവരെ ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുകയും അവരെ ക്രിസ്തുവായി സ്വീകരിക്കുകയും ചെയ്ത ദിവംഗതനായ ജോർജ് കുറ്റിക്കലച്ചൻ സ്ഥാപിച്ച ആകാശപ്പറവകളുടെ കൂട്ടുകാർ FBA എല്ലാ വർഷവും നടത്താറുള്ള പാപപരിഹാര യാത്ര ഇക്കൊല്ലവും നടത്തപ്പെട്ടു. മുണ്ടക്കയം 31 മൈൽ സെന്റ് ജോൺ പോൾ പള്ളിയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പൊൻകുന്നം തിരുക്കുടുംബ ഫൊറോന പള്ളിയിലാണ് സമാപിച്ചത്. രാവിലെ 7:30 മുണ്ടക്കയം 31 മൈൽ സെന്റ് ജോൺ പോൾ പള്ളിയിൽ FBA ജില്ലാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലം അർപ്പിച്ച പരിശുദ്ധ കുർബാനയോടെയാണ് കുരിശിന്റെ വഴിക്ക് തുടക്കമായത്. ശേഷം അഭിവന്യ മാർ ജേക്കബ് മുരിക്കൻ പിതാവ് സന്ദേശം നൽകുകയും കുരിശിന്റെ വഴിയിൽ സംഭവിക്കപ്പെടുന്ന കുരിശുകൾ ആശീർവദിക്കുകയും ചെയ്തു. FBA സ്നേഹദാസൻ ടോമിച്ചൻ മണിയങ്കേരി സെന്റ് ജോൺ പോൾ പള്ളി വികാരി ഫാദർ പ്രസാദ് കൊണ്ടുപറമ്പിൽ നിന്നും കുരിശിൻ രൂപം ഏറ്റുവാങ്ങുകയും തുടർന്ന് കുരിശിന്റെ വഴിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. ഈശോമിശിഹായുടെ സഹന വഴികൾ ധ്യാനിച്ചുകൊണ്ട് 17 കിലോമീറ്ററാണ് ഇവർ ത്യാഗപൂർവ്വം നടന്നു നീങ്ങിയത്. കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളിലും പ്രശസ്തരായ വൈദികരും വചനപ്രഘോഷകരും സന്ദേശം നൽകുകയും ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപത കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വടക്കേടം, കോട്ടയം നാഗമ്പടം സെന്റ് ആന്റണീസ് തീർത്ഥാടന ദൈവാലയം റെക്ടർ മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, FBA കോട്ടയം ജില്ലാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലം, റവറന്റ് ഡോക്ടർ തോമസ് പൂവത്താനിക്കുന്നേൽ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ സന്ദേശം നൽകി. FBA സ്നേഹദാസന്മാരായ ലാലിച്ചൻ തഴയ്ക്കൽ, തങ്കച്ചൻ പുളിക്കൽ, ടിജോ തോമസ് കോയിപ്പുറം എന്നിവർ ഈ പാപപരിഹാര യാത്രയ്ക്ക് നേതൃത്വം നൽകി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ദീർഘദൂര പാപപരിഹാര യാത്രയിൽ പരിത്യാഗ മനസ്സോടെ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. ഷെക്കന ന്യൂസ്, കോട്ടയം.